ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുപോലെ പുതുതായിട്ട് യൂട്യൂബ് ചാനലും എല്ലാ കണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഡിജിടെക്കിൻ്റെ DWM123 എന്ന് പറഞ്ഞ സ്പെക്കുള്ള ഒരു വയർലെസ് മൈക്രോഫോൺ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു മൈക്രോഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്ലിപ്കാർട്ടിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. ആ മൈക്ക് ഒട്ടും കൊള്ളില്ലായിരുന്നു. നമ്മൾ ലോങ് ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അത് വോയിസ് കട്ടായി പോകും. അപ്പോൾ അത് കാരണം നമ്മളത് റിട്ടേൺ ചെയ്തു. പിന്നെ അവർ നമുക്ക് റീഫണ്ടും തന്നിട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മേലെ ഇങ്ങനത്തെ ഒരു വൈറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ ഡിജിടെക്കിൻ്റെ എംബ്ലോക്ക് ആയിട്ടുള്ള ഒരു ഷീറ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മളെ മെയിൻ സാധനം ഇതിലാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് തുറന്നു നോക്കാം. അതിനുശേഷം ബാക്കി എന്തൊക്കെയാണ് നമുക്ക് അതിലുള്ളത് നോക്കാം. അപ്പോൾ അതിൽ മേലെ ഒരു ബ്ലാക്ക് സ്പോഞ്ച് ഉണ്ട്, ഒരു കുഷൻ പോലത്തെ. അതുകൊണ്ട് ഒഴിവാക്കിയതിന് ശേഷം അതിന് താഴത്ത് നമുക്ക് യൂസർ മാനുവൽ ഉണ്ട്. അതിൻ്റെ സ്പെക്കും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, ഇതേപോലത്തെ ഒരു ബ്ലാക്ക് ബോക്സ്, കാർഡ്ബോർഡിൻ്റെ ബോക്സ് ആണ്. അപ്പോൾ അതിനകത്താണ് ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിപ്പുള്ളത്. അപ്പോൾ ഒരു വൈറ്റ് ചെറിയൊരു കവറിൽ നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടൊരു ചെറിയൊരു പൗച്ച് ഉണ്ട്, നമ്മളെ മൈക്കിൻ്റെ ടോപ്പിലൊക്കെ ഇടാൻ വേണ്ടിയുള്ള പൗച്ചാണ്. പിന്നെ അതിലുള്ളത് ഇതേപോലത്തെ 2 പൗച്ച് ഉണ്ടാവും കേട്ടോ. 2 പൗച്ച്, 2 മൈക്കിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു 2 പൗച്ച് ഉണ്ട്. പിന്നെ ഒരു നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു C ടൈപ്പ് ചാർജിങ് ബോർഡാണ്, USB 2 USB-യും 2 C ടൈപ്പുള്ള ഒരു ചാർജിങ് ബോർഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ഡിജിടെക്കിൻ്റെ മൈക്രോഫോൺ ഇരിക്കുന്ന ചെറിയൊരു കേസ്. നമ്മളെ എയർപോഡൊക്കെ അല്ലേ, അതിൻ്റെ ആ കേസിൻ്റെ അത്രേ വലുപ്പമുള്ളൂ. ചെറിയൊരു മൈക്രോഫോണാണ്. ഒരു 2 മൈക്രോഫോണും പിന്നെ നമ്മളെ മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു C ടൈപ്പ് കണക്ടറാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ മൈക്കിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ഡിജിടെക് എഴുതിയിട്ടുള്ള ഒരു മാഗ്നറ്റിക്കിൻ്റെ ചെറിയൊരു കട്ടുണ്ട്. അതായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് കേട്ടോ. അതപ്പോൾ നമ്മളെ ഷർട്ടിലോ ടീഷർട്ടിലോ ഒക്കെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ചെറുതാണെന്ന് വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ല മാഗ്നറ്റിക് പവർ ഉണ്ട് ആ ചെറിയൊരു കട്ടയ്ക്ക് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടല്ലോ ചെറിയൊരു നീല കവറുണ്ട്, അത് ഊരിയിട്ട് വേണം നമ്മൾ തിരിച്ച പൗച്ചിലേക്ക് വെക്കാൻ. അപ്പോഴേ ചാർജ് കയറുള്ളൂ, അത് ശ്രദ്ധിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്രയാണ് ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കേസ് തന്നെ കേട്ടോ. അത് നമുക്കൊരു സ്ലൈഡിങ് ടൈപ്പ് കേസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജ് ചെയ്യുന്ന ഏരിയയാണ് ഇത്. നമ്മളെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ചാർജിങ് ഏരിയ വരുന്നത് കണ്ടോ. സിമ്പിളായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ബോക്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതിന് ആ മൈക്രോഫോൺ എടുക്കുമ്പോൾ തന്നെ അതിനുള്ള ലൈറ്റ്, കണക്ഷൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്, സിഗ്നൽ തരുന്ന ലൈറ്റ് ഉണ്ട്. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷമാണ് ആ ബ്ലിങ്കിങ് ഒഴിവാവുള്ളൂ. അപ്പോൾ നമ്മളെ ആ 2 മൈക്രോഫോൺ അതിന് എടുക്കും. അപ്പോൾ ആ ബോക്സിൽ തന്നെ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട് കേട്ടോ. ബോക്സിൽ നമ്മൾ മൈക്ക് ഈ കണക്ടറൊക്കെ ഇരിക്കാൻ വേണ്ടി അതിൽ നല്ലൊരു മാഗ്നറ്റിക് പവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ 4 LED ലൈറ്റും അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് വേണം ഇപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ എത്രമാത്രം പെർസെൻറ്റേജ് അതിൽ ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 ലൈറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കണക്ടർ ആയി എടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇപ്പോൾ ആ മൈക്രോഫോണിൻ്റെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ നമ്മളത് കറക്റ്റായിട്ടില്ലെന്ന് വേണ്ടി മനസ്സിലാക്കണം. അപ്പോൾ നമ്മളത് മൊബൈലിലേക്ക് ആ കണക്ടർ കണക്ട് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ആ ബ്ലിങ്കിങ് ഒഴിവാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഞാനപ്പോൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ബ്ലിങ്കിങ് കൊണ്ട് മാറിയിട്ട് ഒരു കണക്ഷൻ്റെ ലൈറ്റും കൂടെ കത്തും. അതിൽ നമ്മളെ നോയിസ് ക്യാൻസലേഷൻ്റെ ലൈറ്റാണ് ആ പച്ച ലൈറ്റ്. ഇപ്പോൾ 2 ലൈറ്റായി കത്തിക്കൊണ്ടിരിക്കും. ആ നോയിസ് ക്യാൻസലേഷൻ ലൈറ്റും പിന്നെ ആ ഒരു ബ്ലൂ ലൈറ്റ് നമ്മൾ കണക്ട് ആയതിൻ്റെ ലൈറ്റാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വയർലെസ് മൈക്കും നമ്മളെ കണക്ടറും കൂടെ കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ ആ കണക്ടറിലും ഒരു ബ്ലൂ LED ലൈറ്റ് ഇതുപോലെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മൈക്കിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റീൽ ഫിനിഷോട് കൂടിയ ഗ്രില്ലുണ്ട്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മളെ ഈ പൗച്ച് വെക്കേണ്ടത്. ആ പൗച്ച് കറക്റ്റ് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ആ പൗച്ചിനകത്ത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഫിറ്റായിട്ട് അതിനുള്ളിൽ കറക്റ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്കത് പൗച്ചില്ലാണ്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സിനകത്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ആ ചെറിയ ഒരു ഡിജിടെക്കിൻ്റെ നമ്മളുള്ള കട്ട, മാഗ്നറ്റിക് കട്ട ഡ്രസ്സിനകത്തും വെച്ചിട്ട് പിന്നെ മൈക്കിനെ പുറമെ വെച്ചാൽ അത് കറക്റ്റ് അവിടെ അറ്റാച്ചായി കിടന്നുള്ളൂ. ആ പൗച്ച് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അപ്പോൾ മൈക്രോഫോൺ കുറച്ചൊരു ഹെവി ആയിട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ ഒരു ചാർജിങ് കേസിൻ്റെ സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ളൊരു എയർപോഡിൻ്റെ കേസും പിന്നെ നമ്മുടെ അടുത്തുള്ള ഡിജിടെക്കിൻ്റെ ചാർജിങ് കേസും തമ്മിൽ അടുത്ത് വെച്ചിട്ടുള്ളൊരു സൈസ് സിമിലാരിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം രണ്ടും ഒരേ സെയിം സൈസിലുള്ളത്. അപ്പോൾ നമുക്ക് പോക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് ക്യാരി ചെയ്യാനൊക്കെ സുഖമായിട്ടുള്ളൊരു സൈസിലാട്ടോ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 400 mAh ബാറ്ററിയാണ് വരുന്നത്.
പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് MRP 2995 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ആമസോണിൽ ഒരു ഓഫർ നടക്കുന്നത് കാരണം ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2000-ന് താഴെയായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ സെയിം മൈക്രോഫോണിലാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുന്നവരുണ്ടെങ്കിൽ കൂടി സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ ബാക്കി ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.